ഹേയ് ഹലോ ഗായ്സ്. അപ്പോൾ ഈ കാത്തിരുന്നൊരു കല്യാണം വന്നേക്കാണ് കേട്ടോ. എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ചെന്നിട്ട് ബസ്സിനകത്ത് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ വാപ്പ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുക്കൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ബസ്സിൽ കയറാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്ക് ബാക്കി 3 ബസ്സും പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ആൾക്കാർ കാറിൽ വരും. നമ്മൾ ആ കിടക്കുന്ന ബസ്സിനകത്താണ് കേട്ടോ ഇനി പോകേണ്ടുള്ളത്. അപ്പോൾ ചെറുക്കൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നിൽക്കുന്നതാണ് പയ്യൻ. അപ്പം ചെറുക്കൻ തിരക്കിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബസ്സിൽ കയറി കേട്ടോ. ഇത് ലാസ്റ്റത്തെ ബസ്സായതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എടുക്കാൻ. അങ്ങനെ ബസ് എപ്പോൾ എടുക്കുമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഓഡിറ്റോറിയം കണ്ടില്ലേ, അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം കയറി ചെന്ന ഉടനെ ഒരു ഫിഷ് ടാങ്ക് കണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങ് നോക്കി നിന്ന് പോയി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിനെയൊക്കെ നോക്കിക്കാം. അപ്പോൾ ഗോൾഡൻ ഫിഷും സിൽവറും ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കാൻ. കുറേ നേരം ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ പോയപ്പോഴത്തേക്ക് നമ്മൾ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ അകത്തെ ഒരു ഫങ്ഷൻ്റെ ആ ഒരു കാര്യങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ആ സെറ്റിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് സീറ്റ് നമ്മൾ സൈഡിലോട്ട് ഇരിക്കാൻ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ചെറുക്കനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ചെറുക്കനെ കൊണ്ടുവരുമ്പോഴേ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ള് വൈബാണ്. അപ്പോൾ ഡാൻസൊക്കെ നല്ല ചേരുന്ന ആ ഒരു ചെറുക്കൻ്റെ കോസ്റ്റ്യൂമിന് ചേരുന്ന തരത്തിലുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇവർ ഇട്ടേക്കുന്നത്. ആ ഒരു വൈറ്റ് കളർ തന്നെയായിരുന്നു. അപ്പോൾ പയ്യൻ എത്തിയിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുക്കനെ ആ ഡാൻസ് കളിച്ചാണ് അവർ അകത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ആനയിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പം അത് വേറൊരു ഡ്രസ്സിങ് സ്റ്റൈലായിരുന്നു കേട്ടോ. അപ്പം ചുമന്ന ഒരു ഡ്രസ്സും അതേപോലെ തന്നെ അവരെ കയ്യിലൊക്കെ ഒരു എന്തൊക്കെയോ പിടിച്ചിട്ട് അതേപോലെ തന്നെ എന്തൊക്കെയോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു വേറൊരു സ്റ്റൈലായിരുന്നു. പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം കുറേ നേരം അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഒരു ഡാൻസ് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു എല്ലാവരെയും. അതേപോലെ തന്നെ പെണ്ണിൻ്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് സ്റ്റോണൊക്കെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ കണ്ടുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് കേട്ടോ ഭയങ്കര ആളായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്തൊക്കെയോ റോസ്റ്റ് ചെയ്ത് വെച്ചതും നല്ല ബിരിയാണിയും ഈന്തപ്പഴം അച്ചാറും പപ്പടവും സലാഡും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കയറി ബസ്സിലിരുന്നതിന് നല്ലൊരു വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിരുന്ന് പുറത്തോട്ട് വന്നപ്പോഴാണ് കേട്ടോ അരയന്നാണോ എന്തോ ആണോന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇത് ഡമ്മിയാണെന്നാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഒറിജിനലാണ്. അപ്പം അതിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ അരയന്നം. അപ്പം അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം അനങ്ങാതെ നിന്നപ്പോഴത്തേക്ക് ഒരു പ്രതിമ വച്ചേക്കുന്ന കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ എന്തോ ഒരു പൂവ് കേട്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെളിയിലത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ അവിടുത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ പുറത്തോട്ട് നോക്കിയിരുന്ന ചുറ്റും ഉള്ളായതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം.